നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. റബ്ബറിന് വീണ്ടും അവഗണന. കേന്ദ്ര ബജറ്റിൽ റബ്ബർ മേഖലയെ പാടെ അവഗണിച്ചു. ഇറക്കുമതി തീരുവയും സബ്സിഡിയും വർദ്ധിപ്പിക്കുമെന്ന ആവശ്യങ്ങൾ പരിഗണിച്ചില്ല. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്ന നിലപാട് 10 വർഷമായി തുടരുകയാണെന്ന് ചാണ്ടി ഉമ്മൻ MLA. കേരളത്തിന് വികസനമുണ്ടായത് UPA സർക്കാർ ഭരിച്ചപ്പോൾ. ഒളച്ച ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം തുറന്നു. കെട്ടിടം പണിതത് ജില്ലാ പഞ്ചായത്ത് ഫണ്ടായ 40 ലക്ഷം രൂപ വിനിയോഗിച്ച്. വിദ്യാർത്ഥികളുടെ ബോർഡിംഗ് അലവൻസ് വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി VN വാസവൻ. വാർത്തകൾ വിശദമായി. റബ്ബർ കർഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന കേന്ദ്ര ബജറ്റിൽ കർഷകർക്ക് നിരാശ. ഇറക്കുമതി തീരുവയും സബ്സിഡിയും വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ കർഷകർ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമെല്ലാം ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിലും റബ്ബർ മേഖലയ്ക്ക് നിരാശ. ഇറക്കുമതി തീരുവയും സബ്സിഡിയും വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെ കർഷകർ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമൊന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. റബ്ബർ വില ഉയർത്താൻ നടപടികൾ ഉണ്ടായേക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ കർഷകർ. അടിസ്ഥാന വില 250 ആക്കുക, റബ്ബർ ഇറക്കുമതി നിയന്ത്രണം, സബ്സിഡികൾ പുനഃസ്ഥാപിക്കൽ, വളം, പുനർകൃഷി തുടങ്ങിയവയ്ക്കും ഒരു പദ്ധതിയും ബജറ്റിൽ ഉണ്ടായില്ലെന്നും റബ്ബർ കർഷകർ പരാതിപ്പെടുന്നു. ഈ പ്രാവശ്യം ഈ പറയുന്ന റബ്ബറിൻ്റെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇപ്പോൾ റബ്ബറിന് 210 രൂപയ്ക്ക് മുകളിൽ ഇവിടെ വിലയുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ 220 രൂപ കൊടുത്താൽ പോലും ഷീറ്റ് കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്നാൽ ഇവിടുത്തെ ഈ പറയുന്ന വൻകിട ഡീലർമാരും ടയർ കമ്പനികളും കൂടെ കൂടിക്കൊണ്ട് ഇവിടെ റബ്ബറിൻ്റെ വില വർദ്ധിപ്പിക്കാതിരിക്കാൻ ആവശ്യമായ ആസൂത്രിതമായ ഒരു നീക്കം നടത്തുകയായിരുന്നു. അതിന് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ സഹായിക്കണം. റബ്ബറിൻ്റെ അടിസ്ഥാന വില നിർണ്ണയിക്കണമായിരുന്നു. ഇവർ ഈ പറയുന്ന പുതുതായിട്ട് കൊണ്ടുവരുന്ന റബ്ബർ ബില്ലിൽ ഉൾപ്പെടെ ഈ പറയുന്ന റബ്ബർ ആക്റ്റിൽ ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും അതിൽ മാത്രം റബ്ബറിൻ്റെ അടിസ്ഥാന വില നിർണ്ണയിക്കുന്ന കാര്യത്തിൽ മാത്രം ഒരു നടപടിക്കും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ഒരു 250 രൂപ അടിസ്ഥാന വില നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യം ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടുത്തെ റബ്ബർ കൃഷി മേഖലയിലെ കർഷകർക്ക് ഈ പറയുന്ന കമ്പനികളും ഈ ഡീലർമാരും കൂടി നടത്തുന്ന ആസൂത്രിത ചൂഷണത്തിൽ നിന്നും ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാർ ഈ ബഡ്ജറ്റിൽ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിന് വില ഉയർന്നപ്പോൾ കർഷകർക്ക് പ്രയോജനം കിട്ടിയില്ല. റബ്ബറിന്റെ ആവശ്യകത കണക്കിലെടുത്ത് ഇറക്കുമതി നിയന്ത്രിച്ച് ആഭ്യന്തര വിപണിയിൽ നിന്നും റബ്ബർ ശേഖരിച്ചാൽ കർഷകന് മികച്ച വില കിട്ടും. എന്നാൽ ഇതിനുതകുന്ന പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ കർഷകർ കടുത്ത നിരാശയിലായി. റബ്ബർ കൃഷിയെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളതെന്നും ടയർ കമ്പനികളുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയിരിക്കുകയാണെന്നും റബ്ബർ കർഷകർ ആരോപിക്കുന്നു. റബ്ബറിന്റെ അനിയന്ത്രിത ഇറക്കുമതി തടയുന്നതിനായി ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഇത്തവണ പരിഗണിച്ചിട്ടില്ല. സബ്സിഡിയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കുള്ള പരിഗണന കേരളത്തിനില്ല. ബജറ്റിൽ പതിവ് ഫണ്ടായി റബ്ബർ ബോർഡിന് 320 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത് മുൻ വർഷത്തേക്കാൾ കൂടുതലാണെങ്കിലും റബ്ബർ ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് മാത്രമേ തികയൂ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിക്കുന്ന നിലപാട് തുടരുകയാണെന്ന് ചാണ്ടി ഉമ്മൻ MLA. കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ BJP സർക്കാർ അവഗണിക്കുകയാണ്. കേരളത്തിൽ വികസന പദ്ധതികൾ ഉണ്ടായത് UPA സർക്കാർ കേന്ദ്രം ഭരിച്ചപ്പോൾ മാത്രമാണെന്നും ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. വിഴിഞ്ഞം പോർട്ട്, കണ്ണൂർ വിമാനത്താവളം എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണെന്നും ചാണ്ടി ഉമ്മൻ MLA കോട്ടയത്ത് പറഞ്ഞു. കേരളത്തെ അവഗണിക്കുന്ന നിലപാട് കഴിഞ്ഞ 10 വർഷവും പുലർത്തിയ ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രം കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ മാത്രമേ നീതി കേരളത്തോട് കാണിച്ചിട്ടുള്ളൂ. കേരളത്തിലെ മന്ത്രിമാർ അനവധി പേരുണ്ടായിരുന്നു UPA സമയത്ത്. അവരെല്ലാം പരിശ്രമിച്ചതിൻ്റെ ഫലമായി പല പദ്ധതികൾ, കേന്ദ്ര സർവകലാശാല, അതുപോലെ ബ്രഹ്മോസിൻ്റെ പ്രോജക്റ്റ്, എത്ര കൊച്ചിയിലെ മെട്രോ സാങ്ഷൻ ചെയ്തു, വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തു, കണ്ണൂർ എയർപോർട്ടിന് വേണ്ടിയുള്ള പ്രവർത്തനം, ഇതൊക്കെ ചെയ്തത് UPA കോൺഗ്രസ് ഭരണമാണ്. കാഴ്ച പരിമിതിയുള്ളവർക്കായുള്ള ഒളച്ച ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം തുറന്നു. ജില്ലാ പഞ്ചായത്ത് 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. കാഴ്ച പരിമിതിയുള്ളവർക്കായുള്ള ഒളച്ച ഗവൺമെന്റ് ഹൈസ്കൂളിൽ 40 ലക്ഷം രൂപ ചെലവിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ കെട്ടിടം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. സ്കൂളിനെ മികവിന്റെ കേന്ദ്രമായി ഉയർത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും വിദ്യാർത്ഥികളുടെ ബോർഡിംഗ് അലവൻസ് വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ബിൽഡിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊടുത്താൽ അന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം നടപ്പാക്കാൻ വേണ്ടി
അദ്ദേഹത്തെ വീണ്ടും ഓർമ്മപ്പെടുത്താനും ശ്രദ്ധയിൽപ്പെടാനും ഇടപെടാം എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ബന്ധപ്പെട്ട ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനോട് എസ്റ്റിമേറ്റ് എടുക്കുന്ന കാര്യവും സൂചിപ്പിക്കാം. പിന്നീട് ഇവിടെ ഈച്ചയുടെ വകയായി തന്നിട്ടുള്ള നിവേദനങ്ങൾ സൂചിപ്പിക്കുന്നത് സാറുള്ള പറഞ്ഞതെല്ലാം ഒരേ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ബോർഡിംഗ് അലവൻസും യൂണിഫോം അലവൻസും സ്കൂൾ അലവൻസും എല്ലാം വർദ്ധിപ്പിക്കുക എന്നത് ആലോചിതമായ ഒരു കാര്യമാണ്. അത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുള്ളത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, അയ്മനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KJ ജോയി, സ്കൂൾ ഹെഡ് മാസ്റ്റർ EJ കുര്യൻ, PTA പ്രസിഡന്റ് P ജയകുമാർ, സീനിയർ അസിസ്റ്റന്റ് S ശ്രീലതാകുമാരി എന്നിവർ പ്രസംഗിച്ചു. കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക ഹൈസ്കൂളാണ് ഒളശ്ശയിലേത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഡോക്ടർ TS ശ്യാംകുമാറിന് എതിരെയുള്ള സംഘപരിവാർ സംഘടനകളുടെ ഭീഷണിക്കെതിരെ ദളിത് ഫോറം രംഗത്ത്. ദളിത് സംഘടനകളെ പങ്കെടുപ്പിച്ച് ഈ മാസം 27-ന് കോട്ടയത്ത് പ്രതിഷേധം നടത്തുമെന്നും ദളിത് ഫോറം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡോക്ടർ TS ശ്യാംകുമാറിനെതിരെയുള്ള RSS സംഘപരിവാർ ശക്തികളുടെ ഭീഷണി വേണ്ടെന്ന് ദളിത് ഫോറം ചെയർമാൻ സണ്ണി M കപ്പിക്കാട്. രാമായണത്തെക്കുറിച്ച് എഴുതിയത് പ്രസിദ്ധീകരിച്ചത് മാധ്യമം പത്രമായതാണ് സംഘപരിവാറിനെ പ്രകോപിപ്പിച്ചതെന്ന് സണ്ണി കപ്പിക്കാട് ആരോപിച്ചു. രാമായണത്തിനെതിരെയുള്ള യുക്തിഭദ്രമായ വിമർശനങ്ങളെ തള്ളിക്കളയുക. 2, അത് മതവികാരം വ്രണപ്പെടുമെന്നാണ് പറയുന്നത്. മതവികാരം വ്രണപ്പെട്ടിട്ടാണ് അത്ര അവർ ഈ കാര്യം പറയുക. 2, മുസ്ലിങ്ങൾക്കെതിരെ ഒരു ആക്രമണം അഴിച്ചുവിടാൻ കേരളത്തിൽ കഴിയുമോ എന്നതാണ്. ഈ 2 കാര്യങ്ങളാണ് അവർ ആലോചിക്കുന്നത്. ഗവേഷണ പണ്ഡിതനായ ശ്യാംകുമാറിന്റെ വാദഗതികൾ സംഘപരിവാർ ഭയക്കുകയാണെന്ന് സംഘടന ആരോപിച്ചു. ശ്യാംകുമാറിനൊപ്പം സംഘടന ഉണ്ടാകും. ശ്യാംകുമാറിനെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നും ഇവർ പറഞ്ഞു. പ്രശ്നത്തിൽ ദളിത് സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 27-ന് കോട്ടയത്ത് പ്രതിഷേധ നടപടി നടത്തുമെന്നും സംഘടന അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ മോഹൻ ചേന്നംകുളം ഉദ്ഘാടനം ചെയ്തു. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, കാലഹരണപ്പെട്ട DPC CR സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും ധർണയും നടത്തി. ഇതിന്റെ ഭാഗമായി കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ മോഹൻ ചേന്നംകുളം ഉദ്ഘാടനം ചെയ്തു. അജയ്കുമാർ അധ്യക്ഷനായി. സമരസമിതി ചെയർമാൻ അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അൻസിം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തഗ്രൂപ്പ് നിർണയവും രക്തദാന ബോധവൽക്കരണവും നടത്തി. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ തന്നെയാണ് രക്തഗ്രൂപ്പ് നിർണയിച്ചത്. കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസിന്റെ നേതൃത്വത്തിലാണ് രക്തഗ്രൂപ്പ് നിർണയവും രക്തദാന ബോധവൽക്കരണവും നടത്തിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം അവകാശം മാത്രമാണെന്നത് കേരളത്തിൽ നടപ്പാകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് നടക്കുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ ഓർക്കണമെന്നും MLA പറഞ്ഞു. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിന് മാത്രമല്ല മറ്റു കാര്യങ്ങൾക്കും കുട്ടികൾ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നു. പഠിച്ച് വലുതാകുമ്പോൾ ഒരാളെ കൂടി പഠിപ്പിക്കാൻ നിങ്ങളിൽ ഓരോരുത്തരും ശ്രമിക്കണമെന്നും ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. നിങ്ങളും വളർന്ന് വലുതായി പഠിച്ച് മിടുക്കരായി ഈ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പല വിദേശത്ത് പോലെ തിരിക്കുക. വിദേശത്ത് പോയാലും ഇല്ലെങ്കിലും നിങ്ങളോടൊപ്പം ഒരു വിദ്യാർത്ഥിനിയെങ്കിലും പഠിപ്പിക്കുവാനുള്ള തീരുമാനം നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു വിദ്യാർത്ഥിയെങ്കിലും, അതാണ് നിങ്ങൾ വലിയ ഉത്തരവാദിത്വം. ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം എനിക്ക് പഠിക്കാൻ സാഹചര്യമില്ല, പക്ഷെ എന്നോടൊപ്പം ഒരാളെ പഠിപ്പിക്കാൻ സാധിക്കുമ്പോൾ നിങ്ങളെ വളർച്ച ഈ രാജ്യത്തിന്റെ വളർച്ചയാണ്, നിങ്ങളുടെ സഹപൗരന്മാരുടെ വളർച്ചയാണ്. റെഡ് ക്രോസ് അംഗങ്ങളായ വിദ്യാർത്ഥികളാണ് രക്തം ശേഖരിച്ച് ഗ്രൂപ്പ് നിർണയം നടത്തിയത്. കുട്ടികൾക്ക് ഇതിനായുള്ള പരിശീലനവും നൽകിയിരുന്നു. ചാണ്ടി ഉമ്മൻ MLAയുടെ രക്തസാമ്പിൾ ശേഖരിച്ചാണ് പരിപാടിക്ക് തുടക്കമിട്ടത്. സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ജേക്കബ് ജോർജ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായി. ആർദ്രം മിഷൻ നോഡൽ ഡയറക്ടർ ഡോക്ടർ ഭാഗ്യശ്രീ,
രക്തദാന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബിനു വർഗീസ് റെഡ് ക്രോസ് യൂണിറ്റ് വിതരണം നടത്തി. ഫാദർ അനീഷ് എം ഫിലിപ്പ്, റേ മാത്യു വർഗീസ്, PTA വൈസ് പ്രസിഡന്റ് AS മനാഫ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓഗസ്റ്റ് 10 ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയുടെ വിതരണ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നിവരാണ് ഓൺലൈൻ ടിക്കറ്റിനുള്ള സൗകര്യം ഒരുക്കുന്നത്. അറിയിപ്പ്: പാമ്പാടി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ടർണിംഗ് വിഭാഗം ട്രേഡ്സ്മാൻ ഒഴിവിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ജൂലൈ 26 രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തും. യോഗ്യത THSLC. വിവരങ്ങൾക്ക് ഫോൺ 048125075556. കോട്ടയം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് സംഘടിപ്പിക്കുന്ന കാർഗിൽ വിജയ ദിവസ് രജത ജൂബിലിയും വിമുക്ത ഭട ബോധവൽക്കരണ സെമിനാറും വെള്ളിയാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് കളക്ടറേറ്റ് അങ്കണത്തിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. തുടർന്ന് വിപഞ്ചിക ഹാളിൽ കാർഗിൽ വിജയ ദിവസ് രജത ജൂബിലി ആചരണവും വിമുക്ത ഭട ബോധവൽക്കരണ സെമിനാറും നടക്കും. എലിക്കുളം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ 2024 ഓഗസ്റ്റ് 17 കർഷക ദിനത്തിൽ മികച്ച കർഷകരെ ആദരിക്കുന്നു. സമ്മിശ്ര കൃഷി, ജൈവ കൃഷി, കുട്ടി കർഷകർ, കർഷക, വനിതാ കർഷക, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള കർഷകർ, ക്ഷീര കർഷകർ, കർഷക തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങളിൽ മികവുള്ളവരെയാണ് ആദരിക്കുന്നത്. ഈ വിഭാഗങ്ങളിൽ അർഹരായ കർഷകരുടെ അപേക്ഷ ജൂലൈ 30 എലിക്കുളം കൃഷി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബറിന് വീണ്ടും അവഗണന. കേന്ദ്ര ബജറ്റിൽ റബ്ബർ മേഖലയെ പാടെ അവഗണിച്ചു. ഇറക്കുമതി തീരുവയും സബ്സിഡിയും വർദ്ധിപ്പിക്കുമെന്ന ആവശ്യങ്ങൾ പരിഗണിച്ചില്ല. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്ന നിലപാട് 10 വർഷമായി തുടരുകയാണെന്ന് ചാണ്ടി ഉമ്മൻ MLA. കേരളത്തിന് വികസനമുണ്ടായത് UPA സർക്കാർ ഭരിച്ചപ്പോൾ. ഒളച്ച ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിടം തുറന്നു. കെട്ടിടം പണിതത് ജില്ലാ പഞ്ചായത്ത് ഫണ്ടായ 40 ലക്ഷം രൂപ വിനിയോഗിച്ച്. വിദ്യാർത്ഥികളുടെ ബോർഡിംഗ് അലവൻസ് വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി VN വാസവൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.